ഹലോ, ഇത് നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ്. അപൂർണരാഗം എന്ന് പറഞ്ഞ സ്റ്റോറി നമുക്ക് ഈ പാർട്ടോട് കൂടെ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സ്റ്റോറി ആയിട്ട് വേഗം തന്നെ ഞാൻ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോഴാണ് പുതിയ സ്റ്റോറി ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കമൻ്റ് ഇടാൻ മറക്കല്ലേ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന്. ഇതുവരെയും കമൻ്റ് ഇടാത്തവർ ഈ ലാസ്റ്റ് പാർട്ടിലെങ്കിലും കമൻ്റ് ഇടുമെന്ന് വിശ്വസിക്കുന്നു. സ്റ്റോറിയിലേക്ക് കിടക്കുകയാണ്. നമുക്ക് വയസ്സ് തുടങ്ങാം. നീയില്ലാതെ പറ്റുന്നില്ല പെണ്ണെ. ആ വലിയ വീട്ടിലേക്ക് ഒറ്റയ്ക്കായ പോലെ പകല് മുഴുവൻ ജോലി തിരക്കായിട്ട് നടക്കും. ഓഫീസിൽ നിന്ന് വന്നാൽ നേരെ ക്ലബിലേക്ക് പോവും. പിന്നെ രാത്രി 10 മണി കഴിഞ്ഞിട്ട് തിരികെ വരും. പക്ഷെ കിടക്കാൻ നേരം നിന്ന് ഒരുപാട് മിസ് ചെയ്യും. നീലൻ അവളുടെ മുഖം കയ്യിലെടുത്ത് കവിളിൽ ഉമ്മ വെച്ചു. ദിവസങ്ങൾ വീണ്ടും മാറ്റമില്ലാതെ കടന്നുപോയി. അപ്പു, നീ കഴിക്കാറായില്ലേ? നീലന് ഇത്ര നേരമായിട്ടും വിളിച്ചില്ലേ അതമ്മ? അവൾ ടെൻഷനോടെ പറഞ്ഞു. കാർത്തിയാട്ടം വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല. എത്തിയാലും ഉടനെ വിളിക്കും. ആരതി അത് പറഞ്ഞു. നീലൻ്റെ കോൾ വന്നത് ഒരുമിച്ചാണ്. നീലനാ, അപ്പു ചിരിയോടെ പറഞ്ഞ കോൾ അറ്റൻഡ് ചെയ്തു. ആദമ്മ അത് കണ്ട് റൂമിന് പുറത്തേക്ക് പോയി. എത്തിയോ നീല? ദേ ഇപ്പൊ വന്ന് കയറിയുള്ളൂ. നീ വല്ലതും കഴിച്ചാ? ഇല്ല, നീ ഇത്ര നേരമായിട്ടും വിളിക്കാത്ത കാരണം പേടിച്ചിരിക്കായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു റെക്കോർഡിങ്? കുഴപ്പമില്ല. മ്യൂസിക് ഡയറക്ടർ ഇനി നല്ല ഏതെങ്കിലും ചാൻസ് കിട്ടിയാൽ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ എത്ര സന്തോഷം ഉണ്ടെന്ന് അറിയോ നീല. അന്ന് എനിക്ക് വേണ്ടിയല്ലേ നീ നല്ലൊരു അവസരം കളഞ്ഞത്. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. നീ പോയി ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഞാനൊന്ന് കുളിക്കട്ടെ, അത് കഴിഞ്ഞ് വിളിക്കാം. എൻ്റെ കുഞ്ഞോളെവിടെ? ഉറങ്ങിയോ? ആ, ഉറങ്ങി. എന്നാ വെച്ചോ നീല. കുളി കഴിഞ്ഞ് വല്ലതും കഴിച്ചിട്ട് വിളിക്കേ. അത് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു. അന്ന് നീലന് ഒരു ഷോർട്ട് ഫിലിമിൽ പാടാൻ അവസരം കിട്ടിയിരുന്നെങ്കിലും അവൻ പോവാതിരുന്ന അപ്പുവിൻ്റെ മനസ്സിലൊരു സങ്കടമായി നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ മ്യൂസിക് ഡയറക്ടറുടെ അടുത്ത മ്യൂസിക് വർക്കിന് അപ്പു നീലനെ നിർബന്ധിച്ച് പാട്ട് അയച്ചു കൊടുത്തിരുന്നു. ഓഡീഷനിൽ അവൻ സെലക്ട് ആയപ്പോൾ അപ്പുവിനായിരുന്നു നീലനേക്കാൾ സന്തോഷം. അവൾ തന്നെയാണ് നീലനെ നിർബന്ധിച്ച് പറഞ്ഞയച്ചതും. ഇന്ന് റെക്കോർഡിംഗ് കഴിഞ്ഞ് രാത്രിയായിരുന്നു നീലൻ തിരിച്ചെത്താൻ. കുഞ്ഞിനെ തൊട്ടിലേക്ക് എടുത്തു കിടത്തി അപ്പു കഴിക്കാനായി ഡൈനിങ് ടേബിളിലേക്ക് വന്നു. അവിടെ എല്ലാവരും അവൾക്കായി കാത്തിരിക്കുകയായിരുന്നു. അപ്പു വന്നതും അമ്മ ഭക്ഷണം വിളമ്പി. കുഞ്ഞെ, എന്നാടാ നീ ഇനി ഇവിടേക്ക് വരിക? ഇതിപ്പോൾ എത്ര ദിവസമായെന്നറിയോ? ഇനി 1 മാസം കൂടെ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരില്ലേ നീല? ഇനി 1 മാസം? 90 ദിവസം കഴിയണമെന്ന് അമ്മ പറഞ്ഞേ. ഇത്രയ്ക്ക് സങ്കടമാണെങ്കിൽ നിനക്ക് ഇവിടെ വന്ന് നിന്നൂടെ? എന്നിട്ടെന്തിനാ? വേറെ റൂമിൽ കിടക്കാനല്ലേ? ഈ വക ആചാരങ്ങൾ ഉണ്ടാക്കിയതിനൊക്കെ ആരാണവോ? ഞാൻ എന്താ നിന്റെ റൂമിൽ കിടന്ന ആകാശം ഇടിഞ്ഞു വീഴോ? എനിക്കറിയില്ല. നീ രാവിലെ വരുമ്പോൾ തന്നെ നേരിട്ട് അമ്മയോട് ചോദിച്ചോട്ടാ, അവൾ കളിയാക്കി പറഞ്ഞു. ഓ, എന്താ അവളുടെ ഒരു ചിരി. എൻ്റെ അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പെണ്ണെ. അറിയാഞ്ഞിട്ടല്ല നീല, വേറെ വഴിയില്ലാത്തതുകൊണ്ടല്ലേ. ഈ 1 മാസം ഇനിതാ പറഞ്ഞു പോവും. പിന്നെ ഞാൻ എന്ന് നിന്റെ കൂടെ കാണുമല്ലോ. അവനൊന്ന് മൂള് മാത്രം ചെയ്തു. ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. 90 കഴിഞ്ഞതും അപ്പുവിനെ നീലൻ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. അതിനിടയിൽ നീലൻ പാടിയ മ്യൂസിക് ആൽബം റിലീസായി. അവന് മറ്റു ചില പാട്ടുകൾ കൂടി പാടാനുള്ള അവസരം കിട്ടുകയുണ്ടായിരുന്നു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും വീണ്ടും വേഗത്തിൽ തന്നെ കടന്നുപോയി. കുഞ്ഞോളെ, നീ കിടന്നുറങ്ങുന്നില്ലയോ? എനിക്ക് ഉറക്കം വരുന്നില്ല അമ്മേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. മനുഷ്യന് ആകെ ആഴ്ചയിൽ 2 ദിവസം ഉച്ചയ്ക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അതിനും കൂടെ സമ്മതിക്കില്ല എന്ന് വെച്ചാ അതിന് ഞാൻ അമ്മയോട് പറഞ്ഞാൽ ഉറങ്ങണ്ടെന്ന്. അമ്മയൊക്കെ ഉറങ്ങിക്കൂടെ? എന്നിട്ട് വേണം ആ സമയം നിനക്ക് ഈ വീട് തല കുത്തി തിരിക്കാൻ. മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങടി കുഞ്ഞോളെ. ഞാൻ ഉറങ്ങില്ല, കുഞ്ഞ് തറപ്പിച്ച് പറഞ്ഞു. നീ എന്താടി എന്നെ നോക്കി പേടിപ്പിക്കണ? കണ്ണു കുത്തിപ്പൊട്ടിക്കും ഞാൻ. നോക്കിക്കോ, എൻ്റെ അച്ഛൻ വന്നാൽ ഞാൻ ഇന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ നീ പോയി പറഞ്ഞു കൊടുക്ക്. എനിക്കൊരു കുന്തമില്ല. അല്ലെങ്കിൽ നീ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ടേ നിന്റെ അച്ഛൻ എന്നെ ചീത്ത പറയാൻ? ഇതൊക്കെ ഞാൻ എൻ്റെ അച്ഛനോട് പറയും. അച്ഛൻ വന്നിട്ട് അമ്മയ്ക്ക് നല്ല അടി തരും, നോക്കിക്കോ. അത് പറഞ്ഞ കുഞ്ഞ് ബെഡിൽ വന്ന് കിടന്നു. കൂടെ അപ്പവും. കുഞ്ഞോൾക്ക് ഇപ്പോൾ 6 വയസ്സായി. അവൾ 1ാം ക്ലാസ്സിലാണ്. ആ സ്കൂളിൽ തന്നെയാണ് ടീച്ചറായാണ് അപ്പു വർക്ക് ചെയ്യുന്നത്.
ആരതിയും ആ സ്കൂളിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അമ്മ എൻ്റെ കുഞ്ഞോളോട് അങ്ങനെ പറഞ്ഞോ? നീലൻ കുഞ്ഞിനെ തൻ്റെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് ചോദിച്ചു. പറഞ്ഞു അച്ഛേ. അമ്മയ്ക്ക് അച്ഛൻ ഒട്ടും പേടിയില്ല. അമ്മക്ക് 2 അടി കൊടുക്കച്ചേ. പിന്നെ നീ പറയുമ്പോഴൊക്കെ നിന്റെ അച്ഛൻ എന്നെ തല്ലിയല്ലേ? അങ്ങനെ ഒരു കാര്യം എൻ്റെ കുട്ടി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കണ്ട. അപ്പോൾ ചായയായി വന്നുകൊണ്ട് പറഞ്ഞു. നിനക്ക് നാണാവില്ലേ പെണ്ണെ ചെറിയ കുഞ്ഞിനോട് വഴക്കുണ്ടാക്കാൻ? ഇതൊക്കെ ഒരു രസമല്ലേ നീല? അപ്പോൾ അവൻ്റെ അരികിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ തോളിലേക്ക് തല ചായച്ചു. അച്ഛക്ക് എന്നെയാണോ അമ്മയാണോ കൂടുതൽ ഇഷ്ടം? അച്ഛക്ക് 2 പേരും ഒരുപാട് ഇഷ്ടം. അത് പറ്റില്ല, ഒരാളെ പറ. അതെങ്ങനെയാ കുഞ്ഞോളെ പറയാ? അമ്മ അച്ഛയുടെ ജീവനല്ലേ. അപ്പം ഞാനോ? കുഞ്ഞോള് അച്ഛൻ്റെ എല്ലാം അല്ലേ? കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഒപ്പം അപ്പുവിൻ്റെ കവിളിലും. നീല? എന്തോ? നീല പറ കുഞ്ഞേ, നിനക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? ഓ തുടങ്ങിയവള്. പറയും നീല. നിന്നെയാണെന്ന് പറയണായിരിക്കും, അതിനു വേണ്ടിയല്ലേ ഇങ്ങനെയൊരു ചോദ്യം? ആണെന്ന് കൂട്ടിക്കോ. ഈ നീലന് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാനും ഇങ്ങനെ ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും ദേഷ്യപ്പെടാനും നിങ്ങൾ 2 പേരും അല്ലാതെ വേറെ ആരോ ഉള്ളേ? അപ്പം എൻ്റെ ഈ കുഞ്ഞിപ്പെണ്ണിനോടും കുഞ്ഞോളോടും ആയിരിക്കില്ലേ ഈ നീലന് കൂടുതൽ ഇഷ്ടം? അവളുടെ പിൻകഴുത്തിൽ അമർത്തി ഉമ്മവെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നിനക്കറിയോ നീല, ഞാൻ എത്ര ഭാഗ്യവതിയാന്ന്, ഞാൻ എത്ര ഹാപ്പിയാണെന്ന്. എല്ലാം നീ ഒരാൾ കാരണം. നിന്നെപ്പോലെ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല, ഇനി സ്നേഹിക്കുകയില്ല. അത് കേട്ട് അവൻ ഒരു പുഞ്ചിരിയോടെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് മറു കൈ കൊണ്ട് കുഞ്ഞിനെയും. അവൻ്റെ ജീവിതത്തിൽ അവൾ എന്ന പെണ്ണിന് നിറഞ്ഞാടാൻ വേഷങ്ങളേറെയായിരുന്നു. അവൻ്റെ കുഞ്ഞായി, കാമുകിയായി, ഭാര്യയായി, അമ്മയായി, കൂട്ടുകാരിയായി, അങ്ങനെയേറെ. ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ അവളെന്നും ആ സ്ഥാനങ്ങളെ മനോഹരമായി അലങ്കരിച്ചു. അവൻ്റെ എല്ലാമായി അവനെ നിറഞ്ഞു നിന്നു. ഇനിയും തുടരുകയാണ് അവരുടെ ജീവിതം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു. പുതിയ സ്റ്റോറിയായിട്ട് നാളെ തന്നെ വരുവാ കേട്ടോ. അപ്പോൾ കമൻ്റ് ഇടാൻ മറക്കല്ലേ. ബൈ, താങ്ക് യു.